ഹേ പ്രിയമിത്രമേ, ശരിയായ വ്രതമെന്നാൽ എന്താണെന്നറിയാമോ? ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ ശരീരത്തെ പീഡിപ്പിക്കുന്നതോ മാത്രമാണ് വ്രതമെന്ന് നീ കരുതുന്നുണ്ടോ? ഹേ മിത്രമേ, ഞാനത് വിശദമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹേ മിത്രമേ, വിശന്നിരിക്കുന്നതോ ആഹാരാദികളിലും മറ്റുമായി ശരീരത്തിന് കടുത്ത നിയന്ത്രണം നൽകുന്നതോ ചെയ്യുന്നതിനുമപ്പുറം മനസ്സിന് നൽകുന്ന അച്ചടക്കമാണ് യഥാർത്ഥ വ്രതം. ഒരു കുതിരക്കാരൻ കുതിരയുടെ കടിഞ്ഞാൺ മുറുക്കിപ്പിടിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അത് കുതിരയെ ഓടിക്കാതിരിക്കാനല്ല, മറിച്ച് കുതിര വഴിതെറ്റിപ്പോകാതിരിക്കാനാണ്. അതുപോലെ നിന്റെ കണ്ണും കാതും നാവും ഉൾപ്പെടുന്ന പഞ്ചേന്ദ്രിയങ്ങളെ മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ തടയുന്നതാണ് ഉത്തമമായ വ്രതം. പുറമെ കുളിച്ചു ശുദ്ധിയാകുന്നതിനേക്കാൾ പ്രധാനം ഉള്ളിലെ അഴുക്കുകൾ നീക്കം ചെയ്യലാണ്. നീ നാവിനെ നിയന്ത്രിക്കുന്നത് ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ മാത്രമാവരുത്, മറിച്ച് ആരെയും നോവിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ കൂടിയാവണം. ഒരു പാത്രം പുറമെ കഴുകി വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, കാരണം അതിനുള്ളിൽ വിഷമാണെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. നിന്റെ ഉള്ളിലെ കാമം, ക്രോധം, അമിതാഗ്രഹങ്ങൾ എന്നിവയെ ഒരു ദിവസത്തേക്കെങ്കിലും പൂർണ്ണമായി അകറ്റി നിർത്താൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഏകാദശി വ്രതം. കാരണം വ്രതമെന്നാൽ ആന്തരികമായി എന്നോടൊത്തു വസിക്കുക എന്നതാണ് അർത്ഥം. നിന്റെ മനസ്സിനെ ലൗകിക ചിന്തകളിൽ നിന്ന് മാറ്റി എന്റെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നതാണ് ശരിയായ വ്രതം. ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രമായി വ്രതത്തെ ചുരുക്കുമ്പോൾ വ്രതത്തിന് അതിന്റെ ഉദ്ദേശശുദ്ധി നഷ്ടമാകുന്നു. ഹേ മിത്രമേ, ഒരു സത്യം നീ എപ്പോഴും ഓർമ്മിക്കുക. എന്നോട് ആത്മബന്ധമില്ലാത്ത ഒരു ഉപവാസത്തേക്കാൾ എനിക്കേറെ ഇഷ്ടം ഒരു ഭക്തന്റെ ഉരുകുന്ന മനസ്സിൽ നിന്നുള്ള ഒരു തുള്ളി കണ്ണുനീരാണ്. വ്രതം എന്നത് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ നീ സ്വീകരിക്കുന്ന ഒരു പരിശീലനമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ഒപ്പം ഏത് പ്രതിസന്ധിയിലും തന്റെ സമർപ്പണ ബോധത്തിൽ നിന്നും മാറാത്ത ദൃഢനിശ്ചയം കൂടിയാണ് വ്രതം എന്നൊരാൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ഇന്ന് ഞാൻ കുറച്ചു സമയം ധ്യാനിക്കും എന്നോ നീ എടുക്കുന്ന ചെറിയ നിശ്ചയങ്ങൾ വ്രതമായി മാറ്റുന്നിടത്താണ് നിന്റെ വിജയം. ഹേ മിത്രമേ, നിന്റെ ഓരോ ശ്വാസവും ഓരോ പ്രവൃത്തിയും എനിക്കായി സമർപ്പിക്കാൻ നീ ശീലിച്ചാൽ നിന്റെ ജീവിതം തന്നെ ഒരു നിത്യവ്രതമായി മാറും. അപ്പോഴാണ് വ്രതം അതിന്റെ മഹനീയ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്.